ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വെല്ലിംഗ്ടൺ. അപ്പം ഇന്ന് നമ്മളെ മരിയനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ വേർത്താണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഇപ്പം 7 കഴിഞ്ഞു. ഇപ്പോൾ ഇരുട്ടായി. ഇപ്പം എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ റൂമിലിരുന്നാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആണെങ്കിലും മെയിലിൽ കൂടെ ഒക്കെ കുറേ ക്വസ്റ്റ്യൻസും കുറേ ഡൗട്ട്സും കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പം ക്ലാസ്സസ് തുടങ്ങാൻ പോവാണ്, ജൂണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിനു മുന്നേ ഞാൻ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് നിങ്ങളത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിടുക്കത്തിൽ ഇന്ന് തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആദ്യം തന്നെ പറയുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ 2022-2024 ബാച്ചാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ജൂൺ 22 സംതിങ് ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22 അങ്ങനെ എന്താണ്ടായിരുന്നു. അപ്പം അന്നേരത്തെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പഠിപ്പിക്കുന്ന ഒരു സാറ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. സാറ് 10 വർഷമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് സാറ് തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പ്, ഭയങ്കര കാറ്റ്, ഭയങ്കര മഴ. ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് പനി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ടു പോകാം, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുടയായിട്ട് പോയായിരുന്നു. എൻ്റെ കയ്യിൽ സാധാരണ നോർമൽ കുടയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ആ കാറ്റിന് പുറകോട്ട് ഒടിഞ്ഞു പോകും. അതുമാതിരി കാറ്റായിരുന്നു കുറച്ചൊരു ഇനീഷ്യൽ പീരീഡിൽ. ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സ്റ്റാർട്ടിങ്ങും അത്രയും നല്ല കാറ്റും മഴയുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കാലംകുട വാങ്ങിച്ചു. കാലംകുട ഇവിടെ പറ്റത്തുള്ളൂ, കുട്ടിക്കാലത്തെ കാലംകുട മാത്രമേ പറ്റത്തുള്ളൂ. സാധാരണ നോർമൽ കുടയൊക്കെ കാറ്റത്ത് ഒടിഞ്ഞു പോകും. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു, ഇത്രയും മഴയും തണുപ്പും എപ്പോഴും മൂടിക്കിടക്കുന്ന സ്ഥലമാണ് കുട്ടിക്കാനം. അപ്പം അവിടെ എങ്ങനെ തുണിയൊക്കെ അലക്കി ഉണങ്ങി എങ്ങനെ ഇപ്പം പിള്ളേരെങ്ങനെ ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വീട്ടുകാരുടെ കൺസേൺ. പക്ഷേ നമ്മുടെ കോളേജിൽ നിന്ന് നമുക്ക് ലോണ്ട്രി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ക്ലോത്ത്സ് അലക്കി തേച്ച് മടക്കി നമുക്ക് കൊണ്ടുതരും. അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഡ്രസ്സിൻ്റെ ബാക്കിൽ തന്നെയാണെങ്കിൽ എൻ്റെ പേരും എൻ്റെ ആ ഒരു നമ്പരും അവർ വെച്ചൊരു സ്റ്റിക്കർ ഒട്ടിരിക്കും. എൻ്റെ എല്ലാ ഡ്രസ്സിലും അങ്ങനത്തെ ഒരു സ്റ്റിക്കറുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മുടെ സെപ്പറേറ്റ് നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുതരും. അതുകൊണ്ട് ആ ഒരു തലവേദന ഒഴിഞ്ഞു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൻ്റെ കാര്യം. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 8:30 രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 hours കഴിയുമ്പം 10 minutes 15 minutes ബ്രേക്കൊക്കെ ഉണ്ട്. ലഞ്ച് ഇൻ്റർവെല് 1 hour ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് 4 മണിയാകുമ്പോൾ നമുക്കൊരു ലോങ് ബ്രേക്ക് ഉണ്ട്. നമ്മുടെ ക്ലാസ് തീരുന്നത് ഒരു ദിവസം നമ്മുടെ ക്ലാസ് തീരുന്നത് 8:38 അപ്പം നമുക്ക് ഈ വൈകിട്ടത്തെ ഈവനിങ് 4 മണിക്കത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 hours ബ്രേക്ക് ഉണ്ട്. ആ ടൈമിലാണ് നമ്മൾ ഹോസ്റ്റലിൽ പോയി ചായ കുടിക്കുന്നതും കുളിക്കണമെങ്കിൽ ഫ്രഷപ്പ് ആവുന്നതും എല്ലാം ആ ടൈമിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരേണ്ടത് 6 മണിക്കാണ്. 6 മണിക്ക് തൊട്ട് പിന്നെ 8 മണി വരെ 2 hours ആയിരിക്കും. 2 പീരീഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 1 hour ഓരോ പീരീഡ് വെച്ച്. അപ്പം എന്താ പറയുക, അത് തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഉറക്കം ശരിയാവുന്നില്ല, ഭയങ്കര സീൻ. കാരണം നമ്മൾ ഇനി പിന്നെ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട്, കുളിക്കാനും അല്ലെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാനൊരു ടൈമില്ല. അപ്പോൾ എനിക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ശരിക്കും ഒരു കോർപ്പറേറ്റ് ലൈഫിലോട്ട് കയറി കഴിഞ്ഞപ്പം, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുവാണല്ലോ, ഒരു കോർപ്പറേറ്റ് ലൈഫിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവും. നമ്മൾ അപ്പോഴും തന്നെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരുവാണ്. നമ്മളപ്പം കുറേ തെറിയൊക്കെ പറയും. തെറിയല്ല, ഇതെന്ത് എന്തിനാ ഇപ്പം വെക്കുന്നത് എന്തിനാ. ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്കിപ്പം വലിയ പോർഷൻസ് തീർന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ക്ലാസ് അല്ലാതെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പോലും 8 മണി വരെ കമ്പൽസറി ആയിട്ട് വെക്കും. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 8 മണി വരെ വെക്കുന്നത് എന്തിനാന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ശീലമായി ഇപ്പം നമുക്ക് ഓക്കെയാണ്. അപ്പം നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരുവാണ്. ഈ 2 years എന്ന് പറഞ്ഞാൽ നമ്മളെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ കോർപ്പറേറ്റ് ലൈഫിലോട്ടാണ് കയറി ചെല്ലാൻ പോകുന്നത്. സോ നമ്മളെ അപ്പോഴേ തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാനുള്ളത് സ്പെഷ്യലൈസേഷൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരോ, ഞാൻ ഓർക്കുന്നില്ല ആരാണ്. സ്പെഷ്യലൈസേഷൻ നമുക്ക് ഡ്യുവൽ സ്പെഷ്യലൈസേഷനാണ്. മിക്ക കോളേജസിലും MBA ഇപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനാണ്. നമുക്ക് 2 സ്പെഷ്യലൈസേഷൻ എടുക്കാം. അത് രണ്ടാമത്തെ സെക്കൻഡ് ഇയറിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ മരിയൻ കോളേജിലുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജീസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഏത് സ്പെഷ്യലൈസേഷൻ ആണെങ്കിലും അവർ പറയുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, മിനിമം എത്രയോ നമ്പേഴ്സ് പറയുന്നുണ്ട്.
35 സംതിങ് ആണ്. അത്രയും സ്റ്റുഡൻസ് എങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ എടുത്തില്ലെങ്കിൽ അങ്ങനെ ഒരു ബാച്ച് ഉണ്ടാവത്തില്ല. ഐ മീൻ അങ്ങനെ ഒരു ബാച്ചിൽ അവർക്ക് എടുക്കാൻ പറ്റില്ല. പിള്ളേർ കുറവാണെങ്കിൽ ആ ഒരു ബാച്ച് അവർ എടുക്കത്തില്ല. ആ ഒരു സ്പെഷ്യലൈസേഷൻ ക്ലാസ് ക്യാൻസലാവും, ആ സ്പെഷ്യലൈസേഷൻ ക്യാൻസലാവും. അപ്പം ഇത്രയും നാളും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജീസ് എടുക്കാറില്ല. ബാക്കി ഓപ്പറേഷൻസോ മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സസോ ഫിനാൻസോ ഒക്കെയാണ് എല്ലാവരും എടുക്കുന്നത്. അതാണിപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ്. പിന്നെ വേറൊരു കാര്യം മരിയൻ കോളേജിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മെൻറ്റർ ഗ്രൂപ്പ്സ് ആണ്. മെൻറ്റർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് ഇപ്പം ഒരു 12 സ്റ്റുഡൻസിന് ഒരു ടീച്ചറിനെ തരും ഗൈഡായിട്ട് ത്രൂ ഔട്ട് നമ്മുടെ കോളേജ് ലൈഫിൽ. ഐ മീൻ നമ്മൾ 2 വർഷം അവിടെ നിൽക്കില്ല. അപ്പം പേരൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും പെട്ടെന്ന് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു പേരൻറ്റ് തന്നെ, അതുപോലെയാണ് ഈ മെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് കാര്യങ്ങൾ എന്താണെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാനും നമുക്കുള്ള ഒരു ലോക്കൽ ഗാർഡിയൻ പോലെയാണ് ഈ മെൻറ്റർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ നിന്ന് പോയി, എനിക്ക് പൊക്കി പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. പക്ഷേ ലൈഫ് ലോങ് കൂടെ കാണുമെന്ന് തോന്നുന്ന ഒരു ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത് മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ഒരു മിസ്സാണ്. അപ്പം മിസ്സിനാണെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട്, വന്ന സമയത്ത് എനിക്ക് പനി പിടിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മിസ്സ് മരുന്ന് കഴിച്ചോ, ലീവ് എടുക്കണോ, അല്ലെങ്കിൽ ലീവിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫുഡ് കഴിച്ചോ, ഓക്കെ ആയോ, അങ്ങനെ കണ്ടിന്യൂസ് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം മിസ്സിന് ഓൾറെഡി അവിടെ മിസ്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കൂടെയാണ്. അപ്പം ഇതുപോലെ മിസ്സിൻ്റെ അണ്ടറിൽ കുറേ പിള്ളേരുണ്ട്. രണ്ട് ബാച്ചിലും 24 എമംഗ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഇവരുടെ ഓരോരോ കാര്യങ്ങളും മിസ് ഇങ്ങനെ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. പക്ഷേ എല്ലാ മെൻറ്റേഴ്സ് ആണെങ്കിലും അവരുടെ സ്റ്റുഡൻസിനെ ഓരോന്നും എന്താ പറയുക, ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ഓരോരോ കാര്യങ്ങൾ എപ്പോഴും ത്രൂ ഔട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുട്ടിക്കാനത്ത് കൊണ്ട് വിടുമ്പം നമ്മുടെ വീടുകളൊക്കെ ഭയങ്കര ദൂരമായിരിക്കും. പേരൻസിൻ്റെ കുറേ കൺസേൺസ് കാണും. അപ്പം ഈ പേരൻസ് എന്താ പറയുക, വിളിച്ച് അന്വേഷിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ആളാണ് ഈ മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം മെൻറ്റർ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കൊരു പേരൻറ്റ്, നമ്മുടെ ലോക്കൽ ഗാർഡിയൻ, അതുപോലെ തന്നെയാണ് ഈ മെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഭയങ്കര കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ലീവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമുക്ക് ഓരോ സെമ്മിലും 85% എബവ് ലീവ് വേണം. സൺഡേ ഹോളിഡേയ്സ് ആയിരിക്കും നമുക്ക്. സെക്കൻഡ് സാറ്റർഡേ ഒഴിച്ച് ബാക്കി എല്ലാ സാറ്റർഡേയ്സിലും നമുക്ക് ഹാഫ് ഡേ ക്ലാസ് കാണും. എക്സാം എഴുതണമെങ്കിൽ 85% അറ്റൻഡൻസ് എങ്കിലും വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ മരീനെ കയറണോ വേണ്ടെന്ന് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുവാണെങ്കിൽ ഞാൻ പറയും ഓഫ് കോഴ്സ് മരീനെ കയറണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം മരി എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ലീഡർഷിപ്പ്, നമ്മുടെ കുറേ സ്കിൽസ് അവിടെ ഡെവലപ്പാകും. നമ്മൾ പോലും അറിയാതെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളവിടെ ചിലപ്പം ഞാനിപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെങ്കിൽ എനിക്ക് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂട്ടത്തിലുള്ള എന്തോ ഒരു നല്ലൊരു ക്വാളിറ്റി എനിക്ക് കിട്ടിയത് മരിയൻ തന്നെയാണ്. അത് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നൊന്നുമല്ല. കാരണം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൂടെ എൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഓരോരോ പ്രോഗ്രാംസ് ആണെങ്കിൽ അവിടെ നടക്കുന്നത് ഭയങ്കര അത്രയും മാനേജ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാകുമ്പം നമുക്ക് കുറേ റോൾസും റെസ്പോൺസിബിലിറ്റീസൊക്കെ അവർ തരുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഇത്രയും വെൽ മാനേജ്ഡ് ആയിട്ടാണ് നടത്തുന്നത്. അപ്പം നമ്മളും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമുക്കിപ്പം എന്താ പറയുക, ഓരോരോ കാര്യങ്ങൾ പിന്നീട് എവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മളും അത്രയും മാനേജ്ഡ് ആയിട്ടായിരിക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും. അതൊരു ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്. ഇവരും PG കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകാറില്ല. അപ്പം അവരുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ലൈഫ് എൻഡ് ചെയ്യാൻ പോവാണ്. അത് അത്രയും ഫ്രൂട്ട്ഫുള്ളായിട്ടാണ് എൻഡ് ചെയ്യുന്നത്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത്രയും ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു വളരെ ബെസ്റ്റ് ഡിസിഷനായിരുന്നു മരി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ്. ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതാണ് എൻ്റെ മരിയൻ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ കുറേ മരിയനെ കുറിച്ച് ഇട്ടിട്ട് ഞാൻ വെറുപ്പിക്കത്തില്ലെന്നല്ല, ഇനി റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഞാൻ ഇടത്തില്ലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് മരിയനെ കുറിച്ചുള്ള വീഡിയോ. ഓക്കെ, താങ്ക് യു.